വെറും ഒരാഴ്ചത്തെ, അതായത് 8 ദിവസത്തെ ദൗത്യത്തിനായി പോയ സുനിത വില്യംസിൻ്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിൻ്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് കാത്തിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ രാജ്യം. ഇരുവരെയും തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹസഞ്ചാരി ബുച്ച് വിൽമോറും 8 ദിവസം മാത്രം നീണ്ട ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയതാണ്. ഇരുവരും സ്റ്റാർലൈൻ പേടകത്തിലെ തകരാറുകളെ തുടർന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരെയും എത്രയും വേഗം ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് സുനിതയുടെ ഭർത്താവ് മൈക്കൽ ജെ വില്യംസ് പറയും അല്ലെങ്കിൽ ആവശ്യപ്പെടും എന്ന് കരുതിയ സ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബഹിരാകാശ നിലയം സുനിത വില്യംസിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് എന്നാണ്. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത നിരാശയാകാൻ ഒരു വഴിയുമില്ല, ഒരു സാധ്യതയുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഭർത്താവിൻ്റെ ഈ പറഞ്ഞ വാക്കുകൾ. 2025 ഫെബ്രുവരിയോടെ ആയിരിക്കും ഇരുവരെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുക എന്നാണ് നാസ നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ ബഹിരാകാശ പേടകം മുമ്പ് ISSലേക്ക് 2 യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു സുനിതയും ബുച്ച് വിൽമോറും. വിക്ഷേപണത്തിന് മുമ്പ് സ്റ്റാർലൈനറിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു. ഇത് കാരണം യാത്ര പലതവണ മാറ്റിവെക്കപ്പെട്ടതാണ്. ഒടുവിൽ ജൂൺ 5-ന് വിക്ഷേപണം വിജയകരമാകുകയും 24 മണിക്കൂറിന് ശേഷം ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തുകയും ചെയ്തു. 8 ദിവസം കൊണ്ട് മടങ്ങാനായിരുന്നു ഇരുവരുടെയും പദ്ധതി. ജൂൺ 13-നായിരുന്നു ആദ്യ മടക്കയാത്ര തീരുമാനിച്ചിരുന്നത്. തുടർന്ന് ജൂൺ 26-ലേക്ക് മാറ്റിവെച്ചു. ബോയിങ് സ്റ്റാർലൈനർ ക്യാപ്സൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാത്തത് എന്നാണ് നാസ പറയുന്നത്. സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറും ഹീലിയം ചോർച്ചയും ഇരുവരുടെയും ദൗത്യം നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ദൗത്യം അനിശ്ചിതമായി നീളുന്നത് ബഹിരാകാശ സഞ്ചാരികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. മൈക്രോ ഗ്രാവിറ്റി റേഡിയേഷൻ കൂടുതൽ നേരം ഏൽക്കേണ്ടി വരുന്നതിനാൽ ബഹിരാകാശ യാത്രികരുടെ അസ്ഥികൾക്കും പേശികൾക്കും ക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ ഗുരുത്വാകർഷണം മൂലം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ദീർഘനാൾ ബഹിരാകാശത്ത് തങ്ങുന്നത് യാത്രികരുടെ തലച്ചോറിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ സമയം ബഹിരാകാശത്ത് താമസിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കോസ്മിക് റേഡിയേഷൻ മൂലം അർബുദ സാധ്യതകളടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങൾ പലപ്പോഴും ആഴ്ചകളോ ദിവസങ്ങളോ മാത്രമായി ചുരുക്കുന്നത്. ഇക്കാരണങ്ങളാൽ ISSലെ ബഹിരാകാശ യാത്രികർ എല്ലാ ദിവസവും ഏകദേശം 2 മണിക്കൂർ ജിമ്മിൽ ചെലവഴിക്കുകയും നിരവധി ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ട്. 2025 ഫെബ്രുവരിയിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ക്രൂഡാഗണിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് നാസ നൽകുന്ന ഏറ്റവും പുതിയ വിവരം. 4 ബഹിരാകാശ സഞ്ചാരികളെയും കൊണ്ടാണ് ISSലേക്ക് സ്പേസ് എക്സ് ക്രൂ 9 യാത്ര തിരിക്കുക. ആഗസ്റ്റ് 18-ന് ക്രൂ 9 വിക്ഷേപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പിഴവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാസ നടത്തിവരുന്നത്. ഇത് കണക്കിലെടുത്ത് ക്രൂ 9ൻ്റെ വിക്ഷേപം നാസ സെപ്റ്റംബർ 25-ലേക്ക് നീട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ 24-നകം സ്റ്റാർലൈനിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും സുനിതയെയും വിൽമോറിനെയും തിരികെ കൊണ്ടുവരിക. ഇതിലെ 4 യാത്രികരെയും 2025 ഫെബ്രുവരിയിൽ തിരികെ ഭൂമിയിലെത്തിക്കുന്ന രീതിയിലാണ് ക്രൂ 9ൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ സുനിത വില്യംസിൻ്റെയും വിൽമോറിൻ്റെയും ഈ പേടകത്തിൽ തിരികെ കൊണ്ടുവരേണ്ടി വന്നാൽ അതിലെ 2 യാത്രക്കാർ ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരും. ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് ആരാകണം എന്ന ചോദ്യത്തിന് പലരുടെയും ഉത്തരങ്ങളിൽ ഒന്നാണ് ഡോക്ടർ സുനിത വില്യംസ് എന്ന ബഹിരാകാശ യാത്രി. ബഹിരാകാശത്തേക്ക് നാസ തിരഞ്ഞെടുത്ത കൽപ്പന ചൗളയ്ക്ക് ശേഷമുള്ള 2ാമത്തെ വനിതയാണ് ഇവർ. അങ്ങനെ വീണ്ടും ഒരു ബഹിരാകാശ ദൗത്യം നിറവേറ്റിയിരിക്കുകയാണ് 59-കാരിയായ സുനിത വില്യംസ്.
12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിൻ്റെ 3ാം ദൗത്യം വിജയകരമായി പൂർത്തിയായത്. പക്ഷേ സാങ്കേതിക തകരാറുകൾ മൂലം അവർ കുറച്ചധികം മാസങ്ങൾ അവിടെ കഴിയേണ്ടി വരുമെന്ന് മാത്രം. അതുവഴിയും ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവാൻ സുനിത വില്യംസിന് ഈ തകരാറ് മൂലം സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.